നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, അതായത് പെട്രോൾ ഇന്ധന വില വർധന. നമ്മുടെ ക്രൂഡ് ഓയിൽ ബാരലിന് ഏകദേശം 91 നിൽക്കുന്ന ഈ സാഹചര്യത്തിലും ഇന്ത്യയിൽ 115 രൂപയോളം പെട്രോളിന് വില വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ് 115 രൂപയാണ് പെട്രോളിന് വില വരുന്നത്. ഏറ്റവും കുറവ് ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ 87 രൂപ ആണ് പെട്രോൾ. ഇറാൻ US യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രൂഡ് ഓയിലിന് വില കൂടിയത്. ക്രൂഡ് ഓയിലിന് വില അന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് $105 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് വില കൂടിയിരുന്നു. ഇപ്പോൾ ഏകദേശം വില കുറഞ്ഞിരിക്കുകയാണ്. എന്നാലും നമ്മുടെ നാട്ടിൽ വില കൂടുന്നല്ലാതെ വില കുറയുന്ന ഒരു സംവിധാനം രാജ്യത്ത് ഈ സർക്കാരായാലും മുൻ സർക്കാരായാലും അത് ഉണ്ടായിട്ടില്ല. പൊതുമേഖല എണ്ണ കമ്പനികൾക്കും പ്രൈവറ്റ് എണ്ണ കമ്പനികൾക്കും ഉണ്ടായ നഷ്ടം നികത്താനാണ് ഈ വിലക്കയറ്റമെന്നാണ് സർക്കാരും മറ്റ് പൊതുമേഖല പെട്രോളിയം കമ്പനികളും പ്രൈവറ്റ് പെട്രോളിയം കമ്പനികളും അവകാശപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ $90 കിടക്കുന്ന ഒരു സംഭവം വീണ്ടും $60 ക്രൂഡ് ഓയിൽ വില $60 എത്തുമ്പോൾ ഇതേ സർക്കാർ തന്നെ നമുക്ക് ഈ പെട്രോൾ വില ആ ഒരു അടിസ്ഥാനത്തിൽ കുറച്ച് നൽകുമോ? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. അത് സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്നിരുന്നാലും നമുക്ക് മുൻകാലങ്ങളിൽ 2014 ഏകദേശം ഈ സർക്കാർ വരുന്നതിന് മുമ്പേ 2014 ബാരലിന് $110 വില വരുന്നപ്പോഴാണ് നമുക്കന്ന് 65 തൊട്ട് 70 രൂപയായിരുന്നു പെട്രോൾ റേറ്റ്. അത് 2014 നമുക്ക് നാട്ടിൽ കാണാൻ കഴിഞ്ഞത് ഒരു വലിയൊരു പ്രക്ഷോഭവും ബന്ധും ഹർത്താലും ഇതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഞാനിതാ ഇവിടെ കാണിക്കുന്നത് പോലെ BJPയുടെ കുറേ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലും ഇപ്പം നിലവിലുള്ള MLAയുടെ ഒരു വാഹനം സ്കൂട്ടർ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ സ്കൂട്ടർ തള്ളിക്കൊണ്ടു പോകുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിത്രത്തിൽ കാണാം. ഏകദേശം 2014 70 നിന്ന് ഇപ്പോൾ ഏകദേശം 110 പെട്രോൾ വില എത്തിയിരിക്കുകയാണ്. സർക്കാർ അവകാശപ്പെടുന്നതെന്ന് വെച്ചാൽ എണ്ണ കമ്പനികൾക്കുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ചില എണ്ണ കമ്പനികളെ കുറിച്ച് ഞാൻ പറയാം. അതിൽ റിലയൻസ് വരുന്നുണ്ട്, നയാര വരുന്നുണ്ട്, പിന്നെ അദാനി എപ്സൺ ഗ്രൂപ്പിൻ്റെ ഒരു റിഫൈനറി വരുന്നുണ്ട്. ഏകദേശം ഈ ബാരൽ നമ്മളിപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയും ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങി അത് ഇന്ത്യയിൽ വന്ന് റിഫൈനറി ചെയ്ത് ഏകദേശം 50ഓളം രാജ്യങ്ങളിലോട്ട് ഈ പ്രൈവറ്റ് കമ്പനികൾ പെട്രോൾ വിൽക്കുന്നുണ്ട്. പെട്രോൾ, ഡീസൽ, ഗ്യാസോളിൻ എന്നുള്ള ഒരു സംഭവമൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാരലിന് ഞാൻ ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ബാരലിന് വില കുറയുമ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് ഈ ഈടാക്കുന്ന പൈസ നമുക്ക് പെട്രോളിന് വീണ്ടും വില കുറയ്ക്കുമോ? ഇല്ല. അപ്പോൾ മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണോ ഈ ഗവൺമെൻറ് ഇതെല്ലാം ചെയ്യുന്നത്? അത് ജനങ്ങൾ എന്തിനു വേണ്ടി ബലിയാടാവണം? അതാണ് ഈ വൻകിട മുതലാളിമാർക്ക് നഷ്ടം വരുമ്പോൾ അത് ജനങ്ങളിൽ നിന്ന് ഈടാക്കണം. അവർക്ക് ലാഭം വരുമ്പോൾ അത് ജനങ്ങൾക്ക് വേറൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം എന്തിനാണ് ഇങ്ങനെ കൊണ്ട് മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഏകദേശം പെട്രോളിൻ്റെ ബേസ് പ്രൈസ് വരുന്നത് 48 രൂപയാണ്. അതിൽ എക്സൈസ് 28 രൂപ, വാറ്റ് 15 രൂപ, പിന്നെ ടാക്സ് 9 രൂപ എല്ലാം കൂടെ ചേർത്താണ് നമുക്ക് ഇത് അടിച്ചേൽപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇവന്മാരുടെ കടങ്ങളും നഷ്ടങ്ങളൊക്കെ നമ്മൾ നികത്തണം എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? കോവിഡ് സമയത്ത് ഏകദേശം ബാരലിന് $35 എത്തിയപ്പോൾ അന്നേരം ഗവൺമെൻറ് നമുക്ക് പെട്രോൾ വില കുറച്ച് തന്നിട്ടുണ്ടോ? ഇല്ല. അവിടെയും എക്സൈസ് ഇതെല്ലാം ചേർത്ത് 10 രൂപ എക്സൈസ്, എനിക്ക് എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ 10 രൂപ എക്സൈസ് എങ്ങാണ്ടോ കൂട്ടിയിട്ടുണ്ട് ആ സമയത്ത്. ഇതെല്ലാം അപ്പോൾ കൂട്ടുന്നതല്ലാതെ കുറയ്ക്കുന്ന ഒരു പരിപാടി ജനങ്ങൾക്ക് ലഭ്യമല്ല. പക്ഷെ കുറയ്ക്കുന്ന പരിപാടി കുത്തക മുതലാളിമാർക്ക് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ലഭ്യമാണ്. അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായ ജനങ്ങളുടെ ടാക്സ് വെച്ച് അവരുടെ നഷ്ടം നികത്തുക. ഇത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി. ഇതിനുവേണ്ടി ജനങ്ങൾ എന്തിന് ബലിയാടാവണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി ഇങ്ങനെ പോയാൽ ഇനി പെട്രോൾ വില ഏകദേശം 150 അടുപ്പിച്ച് ഈ വർഷം അവസാനത്തോടെ, ഈ വർഷം വേറെ ഇലക്ഷനോ സംഭവമൊന്നും വരുന്നില്ല, അതുകൊണ്ട് പെട്രോൾ വില കുറയാൻ സാധ്യതയില്ല. ഇനി എന്തായാലും 1-2 മാസത്തിനകത്ത് യുദ്ധം ഏകദേശം തീർന്ന മട്ടാണ്. യുദ്ധം ഏകദേശം തീർന്ന സ്ഥിതിക്ക് ക്രൂഡ് ഓയിൽ ബാരൽ വില എന്തായാലും ഒരു 1-2 മാസത്തിനകത്ത് $60 എത്തുന്നതാണ്. എന്നാലും നമ്മൾ ഈ 110 രൂപ തന്നെ പെട്രോളിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷമം. അതിൻ്റെ കൂട്ടത്തിൽ മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകളും അതിൻ്റെ നികുതി കുറച്ച് ജനങ്ങളെ ഒന്നും ആശ്വാസപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അവർക്കും നികുതി തന്നെയാണ് വേണ്ടത്.
നികുതി ജനങ്ങൾ നികുതി അടിച്ച് രാജ്യനിർമ്മാണത്തിന് വേണ്ടി നികുതി അടയ്ക്കുന്നതിൽ നമ്മൾ ഒരു തെറ്റും കാണുന്നില്ല. എന്തെങ്കിലും ഒരു ദുരന്തം വന്നാലോ അതിൽ നമ്മൾ ടാക്സ് ഉപയോഗിച്ച് എന്തെങ്കിലും സഹായം ചെയ്താലോ നമ്മളതിന് പരാതിപ്പെടുന്നില്ല. പക്ഷേ കുത്തക മുതലാളിമാരെ വളർത്താൻ വേണ്ടി നമ്മളെ ടാക്സ് ഉപയോഗിച്ച് നമ്മുടെ നിന്ന് പൈസ ഈടാക്കി അവരെ നഷ്ടം നികത്താമെന്ന് വെച്ചാൽ അത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. മുഖ്യധാര ഗോദി മീഡിയകളെല്ലാം പറയുന്നത് ഇപ്പോൾ ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാനാണ് ഈ വിലക്കയറ്റം. അതെല്ലാം ഇതൊന്നും 2014 ഇവർ മനസ്സിലാക്കിയില്ല. 2014 സമരം ചെയ്തപ്പോഴൊക്കെ പിന്നെ വേറെ രാജ്യനഷ്ടത്തിലോട്ട് കിടക്കുകയാണ്, ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്തിട്ട് ഇപ്പോൾ പറയുന്നു ഇവരുടെ ഈ ഗോദി മീഡിയ, അതായത് അദാനിയുടെയും അംബാനിയുടെയും മീഡിയ, നമ്മുടെ സർക്കാർ അടിമപ്പെട്ട് കിടക്കുന്ന അവരുടെ മീഡിയ പറയുന്നത് രാജ്യനിർമ്മാണത്തിന് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഈ വിലക്കയറ്റം, ഭാവിയിൽ ഒരു ദോഷവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിലക്കയറ്റം എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തുവാണെന്ന് അറിയത്തില്ല. വിലക്കുറവ് നമുക്കിനി അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ പ്രതീക്ഷിക്കാം. മിണ്ടന്മാരായ ജനങ്ങൾ പോയി വോട്ടിട്ട് വീണ്ടും വിജയിപ്പിക്കട്ടെ, അവരെ തന്നെ വിജയിപ്പിക്കട്ടെ, എന്നിട്ട് വീണ്ടും അനുഭവിക്കട്ടെ. പെട്രോൾ വില വരുമ്പം നെഞ്ചത്തടിച്ച് കരയട്ടെ, ഗ്യാസ് കിട്ടാതിരിക്കുമ്പോൾ നെഞ്ചത്തടുത്ത് അടിച്ച് കരയട്ടെ. പിന്നെ പ്രധാനമന്ത്രി വന്ന് പറയുന്നത് നിങ്ങൾ ഗ്യാസ് കുറച്ച് ഉപയോഗിക്കാവുള്ളൂ, വിദേശയാത്രയൊന്നും നടത്താൻ പാടില്ല, കൂടുതൽ യാത്രയൊന്നും നടത്താൻ പാടില്ല, ഇലക്ട്രിക് വണ്ടി വാങ്ങുക. പുള്ളിയുടെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നാൽ ഇലക്ട്രിക് വണ്ടി നമുക്ക് മേടിക്കായിരുന്നു. അത്ര വിലക്കുറവാണല്ലോ ഇലക്ട്രിക് വണ്ടികൾ. ഇനി എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവന്മാരുടെ ഭാഗത്ത് ഇനി കാണാനുള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ശുഭദിനം.